ഇന്ദ്രൻസ് എന്നെ കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം വേണ്ടിയില്ല. ഇവിടം വരെ വരുമോ എന്നൊന്നും ചോദിച്ചോളൂ. ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിൻ്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷെയ്മിങ് റോളുകളാണ്. ഇന്നത്തെ കാലത്ത് പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരെയും ഷെയ്മായിക്കൊണ്ടിരിക്കുക. ഷെനിക കുട്ടൻ്റെ ഷെനികാമി നിങ്ങൾ ആരെയും കണ്ടെന്ന് അറിഞ്ഞൂല. എന്നെ കളിച്ചിരിക്കുന്നത് നല്ല അഭിനയം കഴിച്ചു വെച്ച് ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സമാധാനമായത്. വന്നത് വെറുതെ ആയല്ലോ. ഞാൻ പെട്ടു. സ്വാഗതം. രണ്ട് വാക്ക് പ്ലീസ്. ട്രെയിലർ കണ്ട ശേഷം എന്താണ് മമ്മൂക്കയ്ക്ക് തോന്നുന്നത്? നമസ്കാരം. ഈ സിനിമയിലെ ഈ ട്രെയിലർ ലോഞ്ചിന് ഞാൻ വരാൻ എന്താണ് കാരണമെന്ന് ഞാൻ തന്നെ ആലോചിക്കാം. കാരണങ്ങൾ വേണമെങ്കിൽ എണ്ണിപ്പെറുക്കാം. വൈഫൈ ഫിലിംസിൻ്റെയാണ്, നമ്മുടെ വീട്ടിലെത്തേണ്ട ഒരു കൂട്ടരാണ്. ഇതിൻ്റെ സംവിധായകൻ എനിക്ക് പരിചയമില്ല, വേറെ ആരെയും വലിയ പരിചയമൊന്നുമില്ല, നിർമ്മാതാക്കളെയും പരിചയമില്ല. വൈഫൈ ഇതിനു മുമ്പ് വേറെ ഒരുപാട് പടം കൊടുത്തിട്ടുണ്ട്, അവിടെങ്കിൽ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഈ പടത്തിന് വന്നത് എന്താണെന്നാണ് ഞാനറിയില്ല. ഈ പടത്തിന് വിളിക്കാൻ വന്നപ്പോൾ എന്ത് ധൈര്യത്തിനാണ് വിളിക്കാൻ വന്നത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ വേറെ എങ്ങും പോയിട്ടില്ലാത്തതുകൊണ്ടല്ലാണ്. എന്നെ പേടി ഞാൻ കടുവാൻ പോലെയൊന്നുമല്ല. പുള്ളി വന്ന് ചുമ്മാ രസം, എനിക്കങ്ങനെ കുഴപ്പമുണ്ട്. കഥ ചകഞ്ഞ് നോക്കുന്ന പരിപാടി. ഞാൻ ഈ സിനിമയുടെ കഥ ഇങ്ങനെ ചകഞ്ഞ് എന്നെ കുറേ കഥ ഇങ്ങനെ ഏകദേശം അവസാനം വരെ പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സിനിമ പൂർണ്ണമായിട്ട് ഇയാൾ പറയുന്ന പോലെ തിയേറ്റർ സ്ക്രീനിൽ വന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടാവും. ഈ സിനിമയോടുള്ള സമീപനം, ഈ സിനിമ എഴുതിയിരിക്കുന്ന രീതി, അഭിനേതാക്കളുടെ പ്രകടനങ്ങളെല്ലാം വലിയ കേമന്മാരാരുമല്ല. എന്നാലും നല്ല അഭിനയം കഴിച്ചു വെച്ച് ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സമാധാനമായത്. വന്നത് വെറുതെ ആയല്ലോ. ഞാൻ പെട്ടു. ഗംഭീര ട്രെയിലറാണ്, നല്ല മ്യൂസിക് ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം ഞാനല്ലോ, ഇപ്പൊ ഈ ഇന്ദ്രൻസ് എന്നെ കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം വേണ്ടിയില്ല. ഇവിടം വരെ വരുമോ എന്നൊന്നും ചോദിച്ചോളൂ. ഞാന് ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിന്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷെയ്മിങ് റോളുകളാണ് അദ്ദേഹത്തിൻ്റെ. അന്നത്തെ കാലം. ഇന്നത്തെ കാലത്ത് പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരെയും ഷെയ്മായിക്കൊണ്ടിരിക്കുക. ഞാൻ ചില സിനിമകൾ അദ്ദേഹത്തിന് കാണുമ്പോൾ അന്ന് വിട്ടിരുന്ന് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആൾക്കാരും കളിയാക്കി പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര പ്ലസ് ആകുകയാണ്. എല്ലാ കുറവുകളും എല്ലാം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളായി മാറുകയാണ്. ഞാൻ കുറേയേറെ സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണും. ആ പമ്പ് സെറ്റ് സിനിമ, അതിൻ്റെ പേര് പമ്പ് സെറ്റ്, പേര് ഓർമ്മയുണ്ടോ? എന്ത് പമ്പ് സെറ്റ്? എന്ത് പമ്പ് സെറ്റ്? പമ്പ് സെറ്റ് എന്ന് പറഞ്ഞ സിനിമ ജലധാര പമ്പ് സെറ്റ്. അത് നിങ്ങൾ എത്ര പേര് കണ്ടോന്ന് എനിക്കറിഞ്ഞില്ല. നല്ല രസമുള്ള സിനിമയാണ്. പിന്നെ ഒരു സിനിമയുണ്ട്, പറയട്ടെ ഏതായിരിക്കും? ഷെനിക കുട്ടൻ്റെ ഷെനികാമി നിങ്ങൾ ആരെയും കണ്ടെന്ന് അറിഞ്ഞൂല. എന്നെ കളിച്ചിരിക്കുന്നത് നിങ്ങളാരും വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരാളാണ് കാലനായിട്ട് അഭിനയിക്കുന്നത്. അത് സൂട്ടൊക്കെ ഇട്ട് സൂട്ട് കേസിൽ ഒരു 2 ചെരുപ്പമായിട്ട് ഇറങ്ങും. വണ്ടർഫുൾ. അത് നല്ല സിനിമയുണ്ടോ. അതിനകത്ത് മറ്റേ ഇടുക്കി ജാഫർ ഇങ്ങേരും കൂടെ ഞാനാ ദീവെന്ന് പറഞ്ഞ് അത്രത്തോളം നല്ല പ്രകടനം കാഴ്ചിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് ഈ നടന്മാരുടെ കുറവുകൊണ്ടല്ല, നടന്മാരുടെ ഗുണം മാത്രമെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല കഥകളും കഥാപാത്രങ്ങളും അഭിനയിക്കാൻ അവസരങ്ങളുള്ള കഥയും കഥാപാത്രങ്ങളും മലയാളത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത്
നമ്മുടെ ഭാഗ്യമോ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗ്യമോ അവരുടെ സഹകരണമോ പ്രോത്സാഹനമോ ഒക്കെ തന്നെയാണ് എല്ലാ സിനിമയും അങ്ങനെ വളരുന്നത്. ഈ സിനിമയ്ക്ക് അവർക്ക് എന്താണെന്ന് അറിയില്ലാത്തൊരു കാര്യം കൊണ്ടാണ് ഞാൻ വന്നത്. ഈ സിനിമയെ ഒന്ന് പരിചയപ്പെടുത്താൻ കൂടെയാണ് എൻ്റെ വരവ്. സിനിമയെ പറ്റി ഒരുപാട് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റില്ല. സിനിമയും ഉണ്ട് ഈ സിനിമയിൽ. അങ്ങനെ 3 സിനിമയുണ്ട്. ഒരു സിനിമ, സിനിമയുടെ ഒത്തൊരു സിനിമ, പിന്നെ ഒരു സിനിമ. അത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും സാധാരണ പോലെ തോന്നുമായിരിക്കും. അതൊരു വലിയ ഒരു അത്ഭുത പരിപാടിയാണ്, വൻ പരിപാടിയാണ്. അപ്പോൾ ഇവരെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഇത് കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പം വരില്ലെന്ന് ഞാൻ അവർക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയെങ്കിലും ഇതിനോട് നമ്മൾ ചേർന്ന് നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് സിനിമ ഇത് കാണുന്ന പ്രേക്ഷകരും എന്നെ കേൾക്കുന്ന ആളുകളും ഈ സിനിമ ഉപേക്ഷിക്കരുത്. താങ്ക് യു സോ മച്ച് മമൂക്ക. നമുക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ സിനിമയിലെ കുറച്ച് മെയിൻ കഥാപാത്രങ്ങളുണ്ട്. അവരെ ഒന്ന് സ്റ്റേജിൽ വിളിച്ചിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. Can I please welcome ശോഭി ചേട്ടാ, ജോമോൻ, വിപിൻ, നമ്മുടെ കൂടെ പ്രവർത്തിച്ച സംഗീത. സിനിമയുടെ കൂടെ നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ, മലയാള സിനിമയുടെ ആശാന്റെ കൂടെ. നല്ലൊരു മൊമെന്റ് അല്ലേ, നമ്മുടെ മമ്മൂക്കയല്ലേ നമ്മുടെ കൂടെ. Ladies and gentlemen, Guppy Cinemas അവതരിപ്പിക്കുന്ന in association with Wayfarer Films ആശാൻ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ നമ്മുടെ പ്രിയപ്പെട്ട പത്മഭൂഷൺ മമ്മൂക്ക എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ടീമിന്റെ കൂടെ ഒരു ഫോട്ടോ ഓപ്പ് ആണ്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ മമ്മൂക്കയാണ്. ഈ സിനിമ ഉപേക്ഷിക്കരുത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സിനിമയാണ്. മമ്മൂക്കയുടെ ഇടയിൽ കഥ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ചെയ്തു കഴിഞ്ഞ ഒരു സിനിമയുടെ കഥ വന്ന് പറയേണ്ടി വരുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. ഞാൻ ചെറിയൊരു കാര്യത്തിനായിട്ട് ചെന്നതാണ്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മമ്മൂട്ടിയുടെ പ്രസൻസ് ഉണ്ട്, മമ്മൂക്ക ഉണ്ട്, ഈ സിനിമയുടെ ഭാഗമാണ്. ഞങ്ങൾ ഈ സിനിമയിലൂടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് മമ്മൂക്ക പറയുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചെന്നതാണ്. പക്ഷെ എന്നെ അവിടെ ഇരുത്തി ഈ ഷൂട്ട് കഴിഞ്ഞ സിനിമയുടെ മുഴുവൻ കഥയും മമ്മൂക്ക പറയിപ്പിച്ചു. അത് ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടാ. സന്തോഷം, ആ സന്തോഷം അന്ന് തീർന്നു. ഇപ്പൊ അതിൽ താഴെയാണ് സത്യം പറഞ്ഞു. ഒന്ന് കാണാൻ പറ്റിയ എന്റെ സന്തോഷം തന്നെയായിരുന്നു. ഓക്കെ, താങ്ക് യു മമ്മൂക്ക. താങ്ക് യു സോ മച്ച്.